ഹലോ എവ്രി വൺ, വെൽക്കം ടു എജു പ്ലസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ലേണിംഗ് കർവ് എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ലേണിംഗ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാലോ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മുടെ പഠനം എങ്ങനെയൊക്കെയാണ് പോണത്, എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷനിലും ഓരോ സമയത്തും നമ്മുടെ പഠനം എങ്ങനെയാണ് നടന്നു പോകണമെന്നുള്ളതിന് നമ്മളൊരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ, ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാം. അതാണ് അതിൻ്റെ ഒരു വലിയ കാര്യം. നമുക്ക് ഒരു പാരഗ്രാഫിൽ ഒരു കാര്യം പറയുന്നത് ഒരു ഗ്രാഫായിട്ട് തീമാറ്റിക്, അതിനെ ഒരു ആ കൺസെപ്റ്റിനെയൊക്കെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഐഡിയ പെട്ടെന്ന് കൺവേ ആവും അല്ലേ. അതുമാതിരി തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലേണിംഗ് ഓരോ സിറ്റുവേഷനിലും ഓരോ ടൈമിലും എത്രത്തോളം ലേണിംഗ് ഉണ്ട്, കൂടുകയാണോ കുറയുകയാണോ, എന്തെങ്കിലും അതിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനാണ് ഈ ലേണിംഗ് കർവ് വരയ്ക്കുന്നത്. അതിൻ്റെ എക്സ് ആക്സിസിൽ ഒരു പ്രാക്ടീസ് ആയിരിക്കും. പ്രാക്ടീസ് അല്ലെങ്കിൽ ടൈം, ഓരോ സമയം, എത്ര സമയത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്തു അല്ലെങ്കിൽ ഓരോ സമയം കഴിയുന്നതിനനുസരിച്ച് എന്നുള്ള ആ ഒരു അളവാണ് എക്സ് ആക്സിസിൽ കാണിക്കുക. വൈ ആക്സിസിൽ നമ്മുടെ മെഷർ ഓഫ് പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ പ്രോഗ്രസ് ഉണ്ട്, എത്രത്തോളം ലേണിംഗ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് വൈ ആക്സിസിൽ കാണിക്കുക. ഇനി 4 തരത്തിലുള്ള ലേണിംഗ് കർവുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പറയുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ കർവ്. സ്ട്രെയിറ്റ് ലൈൻ കർവ് ഫിഗർ കണ്ടാൽ തന്നെ അറിയാം, നമ്മുടെ ടൈം പോണതിനനുസരിച്ചിട്ട് എക്സ് ആക്സിസിൽ ടൈം ഇൻക്രീസ് ചെയ്യാനനുസരിച്ചിട്ട് വൈ ആക്സിസിലെ എമൗണ്ട് ഓഫ് ലേണിങ്ങും അതേമാതിരി യൂണിഫോം ആയിട്ട് എമൗണ്ട് ഓഫ് ലേണിങ്ങും കൂടുകയാണ്. സമയം പോണതിനനുസരിച്ചിട്ട് ഒരേ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ലേണിങ്ങിൻ്റെ എമൗണ്ട് ഓഫ് ലേണിങ്ങും കൂടി പോകുന്നുണ്ട്. അതായത് യൂണിഫോം ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ആണ് സ്ട്രെയിറ്റ് ലൈൻ കർവ് ആണെങ്കിൽ. ഒരു കുട്ടിയുടെ ലേണിങ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ കർവ് ആണെങ്കിൽ ആ കുട്ടിക്ക് ഒരു യൂണിഫോം പ്രോഗ്രസ് ആണ്. ഒരു അക്കാഡമിക് ഇയറിൻ്റെ തുടക്കത്തിൽ തുടങ്ങി അവസാനം വരെ ആ കുട്ടിക്ക് ഒരു യൂണിഫോം ആയിട്ട് ഒരു പ്രോഗ്രസ് ഉണ്ട്. ഇടയിലൊന്നും കുറഞ്ഞു പോകണില്ല, ഭയങ്കര വലിയൊരു ഗ്രോത്ത് ഉണ്ടാവണില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. യൂണിഫോം ആയിട്ടാണ്, ഒരു മാറ്റം ഇല്ലാണ്ട് യൂണിഫോം ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ആണ് ആ കുട്ടിക്ക് ഉണ്ടാവുന്നത് സ്ട്രെയിറ്റ് ലൈൻ കർവ് ആണെങ്കിൽ. അടുത്തത് കോൺവെക്സ് കർവാണ്. കോൺവെക്സ് കർവ് നിങ്ങളിപ്പോൾ സയൻസിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും, കോൺവെക്സ്, കോൺകേവ് ലെൻസ്, മിറർ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതേമാതിരി ആ കോൺവെക്സിൻ്റെ മാതിരി തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കണ മാതിരി തന്നെയാണ് ഇവിടുത്തെ കർവും വരിക. അപ്പോൾ ഇതൊരു നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവായിരിക്കും. ഇനീഷ്യലി തുടക്കത്തിൽ ഇപ്പോൾ ആ ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം, എക്സ് ആ ഒറിജിന് നോക്കുമ്പോൾ ഇനീഷ്യലി അതിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്, പെട്ടെന്നാണ് കൂടുകയാണ് അല്ലേ. ഇങ്ങനെ പെട്ടെന്ന് കൂടിയിട്ട് പിന്നെ കുറച്ച് സ്റ്റേബിളായി പിന്നെ അത് കുറഞ്ഞു വരിക ചെയ്യാം. അപ്പോൾ നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് ആയിരിക്കും. ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റിനനുസരിച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ച് സമയം കഴിഞ്ഞാൽ ഉണ്ടാവില്ല, അത് കുറഞ്ഞു വരിക ചെയ്യാം. അതാണ് കോൺവെക്സ് കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് കോൺകേവ് കർവ്. കോൺകേവ് കർവ് ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞിട്ടുള്ളതാണ് ഉണ്ടാവുക കോൺകേവ് കർവ് പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ അത്ര വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല, ഒരു മന്ദഗതിയിലുള്ള ഒരു തുടക്കമായിരിക്കും. പക്ഷെ കുറച്ച് സമയം കഴിയുന്തോറും എന്താണ്, ആ ലേണിങ്ങിന് നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാവുക. കുറച്ച് എക്സ് ആക്സിസിലേക്ക് കുറച്ച് ദൂരം കൊണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഫിഗറിൽ എമൗണ്ട് ഓഫ് ലേണിംഗ് ഇങ്ങനെ സ്റ്റീപ്പായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുത്തനെ കൂടിക്കൊണ്ടിരിക്കുക. അതായത് ലേണിങ് കൂടുകയാണ്. കുറച്ച് സമയം മന്ദഗതിയിൽ പഠനം തുടക്കത്തിൽ മന്ദഗതിയിലാണെങ്കിലും പിന്നെ എന്തായി നല്ല റാപ്പിഡ് ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയാണ് കോൺകേവ് കർവ് ആണെന്നുണ്ടെങ്കിൽ. അങ്ങനത്തെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് കിട്ടുന്നത് വെച്ചാൽ ആ കുട്ടിയുടെ ലേണിംഗ് എങ്ങനെയായിരിക്കും, പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് ആയിരിക്കും. ഇനീഷ്യൽ ഗ്രോത്ത് വളരെ സ്ലോ ആണെങ്കിലും ഫൈനലി അതെന്തായിരിക്കും, ഒരു ലേണിംഗ് മെറ്റീരിയലിൻ്റെ ഒരു മാസ്റ്ററിയിലേക്കൊക്കെയാണ് അതൊരു അൾട്ടിമേറ്റ്ലി അത് ലീഡ് ചെയ്യുന്നത്. അടുത്തതാണ് മിക്സഡ് കർവ്, കോൺവെക്സ് കർവ്, അതായത് മിക്സഡ് കർവ്. അത് കോൺകേവും കോൺവെക്സിൻ്റെ ഒരു മിക്സാണ്. അതിൻ്റെ തുടക്കത്തിൽ വരുന്നത് കോൺകേവ് ആണ്. കോൺകേവിലെ പോലെ പതുക്കെ തുടങ്ങി പിന്നെ കൂടി പിന്നെ എന്തായി കോൺവെക്സിലെ പോലെ അത് കുറഞ്ഞു വരികയാണ്. ആദ്യം ഇനീഷ്യൽ സക്സസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായി, ഇനീഷ്യലി അത് ഇങ്ങനെ കുറേശ്ശെയാണ് അത് തുടങ്ങി വരുന്നത് അല്ലേ. കുറേശ്ശെ തുടങ്ങി പിന്നെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടായി, പിന്നെ അതിങ്ങനെ ആ ഗ്രോത്ത് അധികം നിൽക്കണില്ല, അത് പിന്നെ എന്തായി കുറഞ്ഞു വരികയാണ്, കോൺവെക്സിലെ പോലെ കുറഞ്ഞു വരികയാണ് ചെയ്യണത്. അതാണ് ഈ മിക്സഡ് കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 4 തരത്തിലുള്ളതാണുള്ളത്. സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, കോൺകേവ്, കോൺവെക്സ് ആൻഡ് മിക്സഡ് അല്ലെങ്കിൽ കോൺകേവ് കോൺവെക്സ് കർവ്.
ഈ 4 തരത്തിലാണ് നമ്മൾ ലേണിങ്ങിൻ്റെ കർവുകൾ അല്ലെങ്കിൽ ലേണിങ്ങിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ഈ ലേണിംഗ് കർവിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ പോയിന്റ്സ് ഉണ്ട്, അതിന് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലേണിംഗ് കർവ് അൾട്ടിമേറ്റ്ലി ടീച്ചർക്കും കുട്ടിക്കും ഒരുപോലെ ബെനിഫിഷ്യലാണ്. അപ്പോൾ ഒരു കുട്ടികളെ പറ്റിയിട്ടുള്ള ലേണിംഗ് കർവ് അല്ലെങ്കിൽ ഗ്രാഫിക്കലി അവരുടെ ലേണിങ്ങിനെ പറ്റിയിട്ട് ടീച്ചർ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഒരു കുട്ടി സ്ട്രെയിറ്റ് ലൈൻ കർവ് മാറിയാണ് ഒരു കുട്ടിയുടെ ലേണിംഗ് പോകണമെങ്കിൽ ചിലപ്പോൾ ഒരു കുട്ടിയുടെ കോൺവെക്സ് ആയിരിക്കും, ആ കർവ് പോലെയാവും. ചിലപ്പോൾ ഒരു കുട്ടിയുടെ കോൺകേവ് കർവ് ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ മാതിരി ആയിരിക്കും. അപ്പോൾ ആ ഓരോ ഇൻഡിവിജ്വൽ ഡിഫറൻസും ടീച്ചർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചറുടെ ടീച്ചിങ് മെത്തേഡ് മാറ്റാൻ പറ്റും. ലേണിംഗ് എയ്ഡ്സുകളൊക്കെ മാറ്റാനായിട്ട് പറ്റും. അതിനനുസരിച്ചിട്ട് ഓരോ കുട്ടികൾക്കും അനുസരിച്ചിട്ട് അതേമാതിരി ഒരു മെജോറിറ്റിക്ക് ഒക്കെ കാറ്റർ ചെയ്യുന്ന പോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെയൊക്കെ ഉൾക്കൊള്ളിക്കാവുന്ന തരത്തിലുള്ള ടീച്ചിങ് മെത്തേഡും സ്ട്രാറ്റജിയും എയ്ഡ്സുകളൊക്കെ കൊണ്ട് ക്ലാസ് എടുക്കാനുള്ളൊരു കഴിവ് ടീച്ചർക്ക് മനസ്സിലാവും. ഈ കുട്ടികളുടെ ഈ ലേണിങ്ങിലുള്ള വ്യത്യാസം ഗ്രാഫിക്കലായിട്ട് വരച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കും. ഇനി കുട്ടികൾക്ക് ഇത് എങ്ങനെയാണ് സഹായിക്കുക, കുട്ടികൾക്ക് ഇത് സ്വന്തം ഈ കർവ് മനസ്സിലാക്കിയിട്ട് സ്വന്തം ഒരു പ്രോഗ്രസ് എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യം തുടക്കത്തിൽ നല്ലമാതിരി പഠിച്ച് ഈ ആരംഭശൂരത്വം എന്നൊക്കെ പറയുന്ന മാതിരി കോഴ്സ് തുടങ്ങുമ്പോൾ നല്ല പഠിത്തവും പിന്നെ അവസാനം ഒരു സെമസ്റ്ററൊക്കെ അവസാനമാകുമ്പോഴേക്കും ഒന്നുമില്ലാത്തൊരവസ്ഥയൊക്കെ ആവണവരുണ്ട്. കുറേ പേര് അങ്ങനെയാണ്. ചിലവരെന്താ ലാസ്റ്റ് ടൈമിൽ പഠിക്കുള്ളൂ. അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ വരിക നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മുടെ ലേണിംഗ് സ്റ്റൈലുകളൊക്കെ മാറ്റുക. നമുക്ക് മറ്റുള്ളവരുമായിട്ട് നമ്മളെ ഒന്ന് കമ്പയർ ചെയ്യാം. അതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള കമ്പാരിസണാണ് നടത്തുക. നമ്മൾ ഭയങ്കര അടിപിടി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള കമ്പാരിസൺ എന്നല്ല ഉദ്ദേശിക്കുന്നത്. നല്ലൊരു രീതിയിൽ ഒരു കമ്പാരിസണൊക്കെ നടത്തിയിട്ട് നമ്മുടെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് എടുക്കാം. ഒരു സെൽഫ് അപ്രൈസൽ നടത്താനൊക്കെ ഈ ലേണിംഗ് കർവ് കൊണ്ട് സാധിക്കും. അവരുടെ കുട്ടികളുടെ തന്നെ പ്രോഗ്രസ് മനസ്സിലാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഈ ലേണിംഗ് കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയാണ് ഈ ലേണിംഗ് കർവിൽ പറയാനുള്ളൂ. മെയിനായിട്ട് എന്താണ് ലേണിംഗ് കർവ് എന്നുള്ള കാര്യമാണ്. ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനാണ്. എക്സ് ആക്സിസിൽ എമൗണ്ട് ഓഫ് ടൈം അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള നമ്മുടെ എത്രത്തോളമാണ് നമ്മുടെ സമയം ഓരോ സിറ്റുവേഷനും എന്താണെന്നുള്ളത് എക്സ് ആക്സിസിൽ, വൈ ആക്സിസിൽ നമ്മുടെ പ്രോഗ്രസ് അല്ലെങ്കിൽ പ്രൊഫിഷ്യൻസി ഇൻ ലേണിംഗ് എന്നുള്ള കാര്യമാണ് ഉണ്ടാവുക. ഇതിനെ വെച്ചിട്ട് നമ്മൾ കർവ് വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കർവ് കിട്ടാം, അല്ലെങ്കിൽ കോൺകേവ് കർവ് കിട്ടാം, കോൺവെക്സ് കർവ് കിട്ടാം, അവസാനമായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ് കോൺകേവ് കോൺവെക്സ് കർവും കിട്ടാം. അപ്പോൾ അത് ടീച്ചർക്കും കുട്ടികൾക്കും ഒരേപോലെ ബെനിഫിഷ്യലാണ്. ടീച്ചറുടെ ടീച്ചിങ്ങിനെ എൻഹാൻസ് ചെയ്യാനും കുട്ടികളുടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യാനൊക്കെ ഈ ലേണിംഗ് കർവുകൾ വളരെയധികം ഉപയോഗപ്രദമാണ്. ഇത്രയാണ് ഇതിൽ പറയാനുള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. താങ്ക്